ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു കുട്ടി ബ്രേക്കിന് ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ചില ബുദ്ധിമുട്ടുകൾ കാരണം ഒരു കുഞ്ഞു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. 1 ഇയറിന് ശേഷം ഇതാ നമ്മുടെ നെക്സ്റ്റ് വെക്കേഷൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാനും മിഷേലും ഒരു ഷോർട്ട് വെക്കേഷന് നാട്ടിൽ പോകുവാണ് കേട്ടോ. ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. മോർണിംഗ് തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായി. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഫ്ലൈറ്റ് ഒരു 20 മിനിറ്റ്സ് ഡിലേ ആയതുകൊണ്ട് അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ബാഗ്സൊക്കെ റാപ്പ് ചെയ്ത് നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീക്ക് ഡേയ്സ് ആയതുകൊണ്ടും മോർണിംഗ് ടൈം ആയതുകൊണ്ടും നമ്മുടെ ഫ്രണ്ട്സൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ സിറോനോട് യാത്ര പറയുന്നതായിരുന്നു ഇച്ചിരി സീന്. ഒരുമിച്ചാണ് നമ്മൾ നിൽക്കണമെങ്കിലും ചെറിയൊരു ബ്രേക്കേ ഉള്ളൂവെങ്കിലും ഈ യാത്ര പറച്ചിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ പ്രാവശ്യത്തെ വെക്കേഷനിൽ പോകുമ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മഴ, പിന്നെ ചക്കയും മാങ്ങയും റംബുട്ടാനൊക്കെ. അതെന്തായാലും ഇപ്രാവശ്യത്തെ വെക്കേഷനിൽ മഴ കൊള്ളാനും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മതിവരോളം കഴിക്കാനും പറ്റുമെന്നുള്ള ഒരു ഹോപ്പും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് നമ്പർ 26 അവിടെ ഇരിക്കുന്ന സമയത്ത് ടേക്ക് ഓഫ് ചെയ്യാനിരിക്കുന്ന എയ്റോപ്ലെയിൻസും അതുപോലെ തന്നെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന എയ്റോപ്ലെയിൻസും ഒക്കെയും കാണാൻ പറ്റുമായിരുന്നു. അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഈ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ക്യാപ്റ്റൻ വരുന്നത് കണ്ടത്. അപ്പോൾ അങ്ങേരും ഞാൻ ഈ വീഡിയോയിലൊന്ന് പകർത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് സെറ്റിലായതിന് ശേഷം നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ഫോൺ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈമായി എന്ന് പറയുന്നത്. എല്ലാവരും കയറിയിട്ടോ. ലാസ്റ്റാണ് ഞങ്ങൾ പോയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഈ ഹാൻഡ് ക്യാരീസ് എല്ലാം അവിടെ സെറ്റിൽ ചെയ്യുന്നത് വരെ നമ്മൾ പോസ്റ്റായിട്ട് ലൈനിൽ നിൽക്കേണ്ടി വരും. ഈ വെക്കേഷനിൽ മിഷേൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നാടും മഴയും അവളുടെ കസിൻസിനെയും ഒക്കെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ ഫ്ലൈറ്റ് കയറി. എല്ലാ പ്രാവശ്യത്തെയും പോലെ വിൻഡോ സീറ്റ് പ്രത്യേകം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാവുമ്പോൾ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ടൈമിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാനും പറ്റും. എല്ലാവരും സീറ്റിംഗ് ആയതിനു ശേഷം പതിയെ ഞങ്ങളുടെ വിമാനം റൺവേയിൽ നിന്നും നീങ്ങിത്തുടങ്ങി. ഞങ്ങളുടെ വിമാനം റൺവേയിൽ നിന്ന് നീങ്ങുന്നതോടുകൂടെ വേറൊരു വിമാനം റൺവേയിലേക്ക് കയറുന്നതും ഈ വീഡിയോയിൽ കാണാം. ജൂൺ 12 ഇന്ത്യൻ സമയം 1:39 അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ലണ്ടൻ എയർപോർട്ടിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് 171 ടേക്ക് ഓഫിൻ്റെ 32 സെക്കൻഡുകൾക്ക് ശേഷം ക്രാഷായി 260 പേരുടെ ജീവനെടുക്കാനിടയായ ദുരന്തം ആരും മറന്നു കാണില്ല. ഓരോ ദുരന്തവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാവാം ഈ ഞാനടക്കമുള്ള എല്ലാ പാസഞ്ചേഴ്സും ഈ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസിനെല്ലാം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. പതിയെ വിമാനം പറന്നുയർന്നു. ടേക്ക് ഓഫിന്റെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കോംപ്ലിമെന്ററി ഫുഡും എത്തി. അതിൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിച്ച് ഒരു കോഫിയും കുടിച്ചിട്ട് ഞാനും മിഷേലും ഒരു ചെറിയ ഗെയിമൊക്കെ കളിച്ചിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ഇത്തവണ ഇൻഡിഗോ ഫ്ലൈറ്റിലുണ്ടായിരുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ക്രൂ മെമ്പേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പഞ്ഞിക്കെട്ട് പോലുള്ള ഈ മേഘങ്ങൾ എത്ര കണ്ടാസ്വദിച്ചാലും മതി വരില്ല അല്ലേ. മിഷേൽ ഫ്ലൈറ്റിലെ ഫുഡൊന്നും അധികം കഴിക്കാത്തതുകൊണ്ട് നമ്മൾ റൂമിൽ നിന്ന് തന്നെ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. നീലിച്ചു കിടന്ന ആകാശത്തിന്റെയും പഞ്ഞിക്കെട്ട് പോലെയുള്ള വെള്ള മേഘത്തിന്റെയും നിറം പതിയെ മാറി തുടങ്ങി. പുറത്തേക്ക് നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയിൽ മിഷേൽ വേറൊരു ഫ്ലൈറ്റ് പാസ് ചെയ്യുന്നത് എനിക്ക് കാണിച്ചു തന്നു. ക്യാമറ ഒക്കെ എടുക്കുമ്പോഴേക്കും ആ ഫ്ലൈറ്റ് എങ്ങോ പോയി മറഞ്ഞു. അപ്പോഴാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിമാനത്തിന് ഇത്രത്തോളം സ്പീഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പുറത്തെ കാലാവസ്ഥ വളരെ മോശമായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ക്രൂ മെമ്പേഴ്സ് എല്ലാം സീറ്റ് ബെൽറ്റ് ഇടാൻ ആവശ്യപ്പെട്ടു. ഒരു വിൻഡോയിലൂടെ നോക്കുമ്പോൾ പൂർണ്ണമായി ഇരുട്ടും മറു വിൻഡോയിലൂടെ നോക്കുമ്പോൾ നേരിയ വെളിച്ചവും കാണാൻ കഴിഞ്ഞു. എന്തൊക്കെ പ്രതിഭാസല്ലേ. ഫ്ലൈറ്റിലെ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തു. ഇനി എല്ലാവരും ഒരു ചെറിയ മയക്കത്തിലേക്ക്. മോശമായ കാലാവസ്ഥ ഞങ്ങളുടെ യാത്രയെ സാരമായി ബാധിച്ചിരുന്നു. ഉറക്കത്തിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സും ഫ്ലൈറ്റിന്റെ ചെറിയ ജെർക്കിംഗ് കാരണം ഞെട്ടി എഴുന്നേറ്റു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കൊടുവിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ക്യാപ്റ്റന്റെ അനൗൺസ്മെന്റും വന്നു. Calicut in next 20 minutes. Calicut reporting temperature 22 degrees centigrade. ലൈറ്റ്സ് എല്ലാം ഓൺ ആയതോടുകൂടെ എല്ലാവരുടെ മുഖത്തും ഒരു പുഞ്ചിരി ഇടർന്നു. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് തൊട്ടു മുന്നേയുള്ള രാത്രിയിലെ ഒരു ആകാശക്കാഴ്ചയാണിത്. എന്ത് രസാലേ. ലാൻഡ് ചെയ്യാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് മിഷേല്. അങ്ങനെ 4.5 മണിക്കൂറിന്റെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഫസ്റ്റ് നമുക്ക് നല്ലൊരു മഴ കിട്ടി. ഇമിഗ്രേഷനിലെത്തിയപ്പോൾ ഇവിടെ ക്യാമറ പ്രൊഹിബിറ്റഡ് ആണെന്നാണ് മിഷേലിന്റെ ഉപദേശം.
ഇമിഗ്രേഷനും ചെക്കിങ്ങും കഴിഞ്ഞ് ഈ തുള്ളിച്ചാടി പോകുന്നത് ബാഗേജ് ക്ലെയിമിലോട്ടാണ്. മിഷേലിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് അവൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഡൽഹി എയർപോർട്ടിൽ ഈ ബെൽറ്റിൽ കയറിയിരുന്നതാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ പെട്ടിയും കിട്ടി. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും മഴ ജില്ല വിട്ടോന്ന് തന്നെ സംശയമായിരുന്നു. പോകുന്ന വഴിക്ക് ഹോട്ടൽ സുൽത്താൻ പാലസിൽ കയറി നല്ലൊരു ഫുഡും കഴിച്ചു. അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിനും ഒരു പകുതി ദിവസത്തെ യാത്രയ്ക്കും ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സ്വർഗത്തിൽ എത്തിയിരിക്കുകയാണ്. അവർ ഹോം, അവർ സ്വീറ്റ് ഹോം. ശുക്രൻ.